അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോ വരെയും ഒരു കാൻലോ ബീമിൻ്റെ എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കണ്ടുപിടിക്കാനായിരുന്നു പഠിച്ചത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം അല്ലെങ്കിൽ ഒരു ബീം എലമെൻറ്റിൻ്റെ എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ഒരു ബീം എലമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബീം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ഒന്നുകിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്തുണ്ടാവും, ഒരു കോളം ഉണ്ടാവും. ഓക്കെ, ചിലപ്പോൾ ഒരു കണ്ടിന്യൂസ് ബീം ആയിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ലാബ് ഉണ്ടാവും. ആ സ്ലാബിനെ സപ്പോർട്ട് ചെയ്യാൻ ഇടയ്ക്ക് എന്ത് നമ്മൾ കൊടുക്കാറുണ്ട്, ബീം കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് സ്പാൻഡ്, ഇപ്പോൾ ഈ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ രണ്ട് സ്പാനുണ്ട്. ഇതിൽ ബീം എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു സ്പാനിൽ ബീമിനെ മാത്രം ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഒരു കണ്ടിന്യൂസ് ബീമില്ല, ഈ ഏതെങ്കിലും ഒരു സ്പാനിൽ മാത്രം ബീമിനെ കൺസിഡർ ചെയ്യുന്നതാണെങ്കിൽ അതിനാണ് നമ്മൾ ബീം എലമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ബീം എലമെൻറ്റിൻ്റെ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ബീം എലമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറഞ്ഞാലും ബീം എലമെൻ്റ് എന്ന് പറഞ്ഞാലും രണ്ടിനും ഒരേ കണ്ടീഷനാണ്. അതായത് രണ്ടിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ സിംപ്ലി സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ അതാണ് ബീം എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ്, ഒരു ബീം എലമെൻറ്റ് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ബീം എലമെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ എ എന്നുള്ള ഭാഗത്ത് ഒരു എം എ എന്ന് പറയുന്ന ഒരു ക്ലോക്ക് വൈസ് മൊമെൻറ്റും ബി എന്നുള്ള ഭാഗത്ത് ഒരു എം ബി എന്ന് പറയുന്ന ക്ലോക്ക് വൈസ് മൊമെൻറ്റും ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെയും ചെയ്ത പ്രൊസീജിയർ ഞാൻ ഒന്ന് ബ്രീഫ് ചെയ്യുവാണ്. അതായത് നമുക്കൊരു കാൻലോ ബീം തന്നിട്ടുണ്ടായിരിക്കും, അതിലേതെങ്കിലുമൊക്കെ ലോഡിങ് കണ്ടീഷൻസ് തന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്, ഏതെങ്കിലും ഒരു ബീം എലമെൻറ്റിൽ ഏതെങ്കിലും ഒരു ലോഡ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഒരു യൂണിറ്റ് ലോഡായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ബേസിസ് നമ്മളൊരു M/EA ഡയഗ്രാം വരച്ചു. എന്ത് വരച്ചു, M/EA ഡയഗ്രാം വരച്ചു. എന്നിട്ട് അതിൻ്റെ നമ്മൾ എന്നിട്ട് ഒരു കോൺജുഗേറ്റ് ബീം അതിൻ്റെ വരച്ചു. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഈ M/EA ഡയഗ്രാം ആണ് ഈ കോൺജുഗേറ്റ് ബീമിൻ്റെ ലോഡിങ് കണ്ടീഷൻ. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിൽ നമ്മൾ ബെൻഡിങ് മൊമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് റിയൽ ബീമിൽ ഡിഫ്ലക്ഷനോ അല്ലെങ്കിൽ സ്ലോപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈക്വൽ ആയിരിക്കും തോന്നുന്നു. ബെൻഡിങ് മൊമെൻ്റ് ആണെങ്കിൽ ഡിഫ്ലക്ഷനും സ്ലോപ്പ് എന്നുണ്ടെങ്കിൽ ഷിയർ ഫോഴ്സും കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം വരെയും നമ്മൾ ചെയ്തുകൊണ്ട് വന്ന പ്രൊസീജിയർ. അപ്പോൾ ഇവിടെയും സെയിം പ്രൊസീജിയർ നമുക്ക് ഫോളോ ചെയ്യാം. നമ്മൾ ഏതെങ്കിലും ഒരു ഫോഴ്സിനെ മാത്രം കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ വരച്ചു. എന്നിട്ട് M/EA ഡയഗ്രാം വരയ്ക്കുന്നു. എന്നിട്ട് അടുത്ത് നമ്മൾ കോൺജുഗേറ്റ് ബീം വരയ്ക്കും. കോൺജുഗേറ്റ് ബീം വരച്ചിട്ട് ഇതിപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ആണ് അല്ലേ. നമ്മുടെ കാൻലോ ബീമിൽ ഇതാണ് കാൻലോ ഒരു റിയൽ ബീം എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് ബീം നമ്മൾ വരച്ചത് എങ്ങനെയാണ്, അതിൻ്റെ ഫിക്സഡ് എൻഡ് ഫ്രീ ആക്കിയും ഫ്രീ എൻഡിനെ ഫിക്സഡ് ആക്കിയുമാണ് വരച്ചത്. എന്നിട്ട് നമ്മളിവിടെ സപ്പോർട്ട് റിയാക്ഷൻസ് എന്തെങ്കിലും കണ്ടുപിടിച്ചോ, ഇല്ല. ഈ ഫിക്സഡ് സപ്പോർട്ടിൻ്റെ റിയാക്ഷൻസ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല, കാരണം ഇറ്റ് ഈസ് നെഗ്ലിജിബിൾ, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ സിംപ്ലി സപ്പോർട്ടഡ് അല്ലേ, സോ അതിൻ്റെ റിയൽ ബീമിൻ്റെയും കോൺജുഗേറ്റ് ബീമിൻ്റെയും ഫിഗർ സെയിം ആയിരിക്കും. സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള കണ്ടീഷൻ തന്നെയാണ് കോൺജുഗേറ്റ് ബീമിൽ വരുന്നത്. ബട്ട് ഇവിടെ നമ്മൾ നോട്ടേറ്റ് ചെയ്യുന്ന RA' എന്നോ RB' എന്നോ നമ്മൾ നോട്ടേറ്റ് ചെയ്യും. ആൻഡ് ദീസ് സപ്പോർട്ട് റിയാക്ഷൻസ് നമ്മൾ കണ്ടുപിടിക്കണം ആദ്യം. എന്നിട്ട് അതിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്കി ഡിസ്പ്ലേസ്മെൻ്റ് ആയാലും സ്ലോപ്പ് ആണെങ്കിലും ഡിഫ്ലക്ഷൻ ആണെങ്കിലും നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ ആദ്യം അറിയേണ്ടത് ഈ ബീം എങ്ങനെയാണ് ഡിഫ്ലക്റ്റ് ആവുന്നത്, ഇതിൻ്റെ ഡിഫ്ലക്റ്റഡ് പ്രൊഫൈൽ. നമ്മൾ നേരത്തെ കാൻലോ ബീമിലാണെങ്കിലും ഒരു ലോഡ് കൊടുത്തിട്ട് അതിൻ്റെ ഡിഫ്ലക്റ്റഡ് പ്രൊഫൈൽ ഇങ്ങനെയാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കഥ പറഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ സിംപ്ലി സപ്പോർട്ടഡിൻ്റെ ഡിഫ്ലക്റ്റഡ് ബീം എങ്ങനെയാണ് വരുന്നതെന്ന് ആദ്യം അറിയണം. ഓക്കെ, അത് വരയ്ക്കാൻ എന്ത് ചെയ്യും, നമ്മുടെ MA എന്ന് പറയുന്ന മൊമെൻറ്റ്. ഓക്കെ, അതെങ്ങനെയാണ് ഈ ഒരു സപ്പോർട്ടിൽ ക്ലോക്ക് വൈസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ക്ലോക്ക് നമ്മളെപ്പോഴും അതിൻ്റെ ആരോ മാർക്ക് എങ്ങനെയാണ് വരുന്നത് അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വരച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആരോ മാർക്ക് എങ്ങനെ വരും, ഇങ്ങോട്ടേക്ക് വരും. അതായത് നമ്മുടെ ഈ ഒരു ബീമിനെ ഇതിങ്ങനെ താഴേക്ക് സാഗ് ചെയ്യിക്കും. ഓക്കെ, ഇനി ഈ ഒരു ഭാഗത്ത് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇങ്ങനെയാണ് വരച്ചേക്കുന്നത്. ഇതിങ്ങനെ ബീമിലോട്ട് മുട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആരോ എങ്ങനെയാണ് വരുന്നത്, ഇതിനെ മുകളിലേക്ക് പുഷ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. സോ ഇതിനെ എന്ത് ചെയ്യും, ഇങ്ങനെയായിരിക്കും ഡിഫ്ലക്റ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ രണ്ടിടത്തും ക്ലോക്ക് വൈസ് മൊമെൻറ്റ് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ബട്ട് അതിൻ്റെ ആരോ പോകുന്ന വെച്ചിട്ട് നിങ്ങൾക്ക് ഡിഫ്ലക്റ്റഡ് പ്രൊഫൈൽ വരയ്ക്കാനുള്ള ഒരു ഇതാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഈ ആരോയെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് അതിൻ്റെ ബീമിൽ മുട്ടിക്കുക. അപ്പോൾ ഇങ്ങനെ താഴേക്കാണ് എന്ത് ചെയ്യുന്നത്, മുട്ടുന്നത്. സോ ഇതിനെ എന്ത് ചെയ്യും, ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യും. എന്നാൽ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇത് മുകളിലേക്കാണ് ഡിഫ്ലക്റ്റ് ആവുന്നത്. സോ ഇതിനെ രണ്ടിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് വരയ്ക്കും. ഇതാണ് നമ്മുടെ ഡിഫ്ലക്റ്റഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത്.
ഇനി ഇവിടുത്തെ സ്ലോപ്പാണ് തീറ്റ എ, ഇവിടുത്തെ സ്ലോപ്പ് തീറ്റ ബി. ഇവിടെ രണ്ടിടത്തും നമ്മൾ സ്ലോപ്പ് മാത്രമേ കണ്ടുപിടിക്കുന്നുള്ളൂ, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ രണ്ടിടത്ത് ക്വസ്റ്റിൽ രണ്ട് മൊമെൻറ്റ് നമുക്ക് തന്നേക്കുന്നത് എന്താണ്? മൊമെൻറ്റ്സ് ആണ് തന്നേക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലും ഇപ്പോൾ ഒരു എന്താണ് ലോഡ് എന്തെങ്കിലും വെർട്ടിക്കൽ ലോഡ് എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്ത് ചെയ്യണം? അവിടുത്തെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റും കൂടി നമ്മൾ കണ്ടുപിടിക്കണമായിരുന്നു. ഇവിടെ ഇപ്പോൾ അങ്ങനെയില്ല, മൊമെൻറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. സോ നമ്മൾ തീറ്റ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ എന്താണ്? ആദ്യം ഞാൻ ഈ മൊമെൻറ്റ് എം എ എന്ന് പറയുന്ന മൊമെൻറ്റിനെ മാത്രം ഞാൻ കൺസിഡർ ചെയ്യണം. ഓക്കെ, മൊമെൻറ്റ് എം എ അപ്ലൈഡ് അറ്റ് എ. അപ്പോൾ എ എന്നുള്ള ബീമിൽ എ ബി എന്നുള്ള ബീമിൽ എയിൽ എന്ത് ചെയ്യുന്നു? ഞാൻ എം എ എന്ന് പറയുന്ന മൊമെൻറ്റ് അപ്ലൈ ചെയ്യുന്നു. ആൻഡ് ഈ ബീം എങ്ങനെയായിരിക്കും ഡിഫ്ലക്റ്റ് ആവുന്നത്? ഇങ്ങനെ വന്ന് മുട്ടിക്കുമ്പോഴത്തേക്ക് ഇങ്ങോട്ടല്ലേ, അതായത് താഴേക്കല്ലേ ബീമിനെ എന്താണ് വളയ്ക്കുന്നത്. സോ അതിങ്ങനെ ഡിഫ്ലക്റ്റായി. ഓക്കെ, ഇനി തീറ്റ എയും തീറ്റ എ വണ്ണെന്നും തീറ്റ ബി വണ്ണെന്നും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. തീറ്റ എ വണ്ണെന്ന് പറഞ്ഞാൽ ഈ എം എ കാരണം എം എയുടെ ഡയറക്ഷനിലുണ്ടാകുന്ന ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ സ്ലോപ്പ്, ഡിഫ്ലക്ഷൻ അല്ല സ്ലോപ്പ്. ഇനി ഈ എം എ കാരണം ബി എന്നുള്ള പോയിന്റിൽ ഉണ്ടാവുന്ന സ്ലോപ്പാണ് തീറ്റ ബി വൺ. ഇവിടെയും നമ്മുടെ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം. എങ്ങനെയാണ്? എം എ എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ആണ്. ഞാനിവിടെ ഇത് ഇങ്ങനെയാണ് നമ്മുടെ ബീം, അത് ഡിഫ്ലക്റ്റ് ചെയ്തത് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ മെഷർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആംഗിൾ ഇങ്ങനെയാണ് അല്ലേ. അപ്പോൾ ഇതെന്ത് ഡയറക്ഷനാണ്? ഇറ്റ് ഈസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ രണ്ടും ക്ലോക്ക് വൈസ് ആണ്. സോ നമുക്ക് ലാസ്റ്റ് വരുന്ന വാല്യൂവിൽ പോസിറ്റീവ് തന്നെ ഇടാം. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇതാണ് നമ്മുടെ ഡിഫ്ലക്റ്റഡ് പ്രൊഫൈൽ. ഞാൻ എന്നിട്ട് ആംഗിൾ മെഷർ ചെയ്യേണ്ടത് എങ്ങോട്ടേക്കാണ്? ഇങ്ങോട്ടേക്കല്ലേ മെഷർ ചെയ്യണം. സോ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ തന്നേക്കുന്നത്? ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് തന്നേക്കുന്നത്. സോ നമ്മൾ ആൻസർ വരുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? നെഗറ്റീവ് കൊടുക്കണം. അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ഓക്കെ, ഇങ്ങനൊരു മൊമെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എം ബൈ എ ഡയഗ്രം നമ്മളെങ്ങനെ വരയ്ക്കും? നമ്മുടെ സിംപ്ലി സപ്പോർട്ടഡ് എൻഡിൽ മൊമെൻ്റ് ഉണ്ടോ? ഇല്ല, മൊമെൻറ്റ് 0 ആണ്. അതിവിടെ 0 കൊടുത്തു. ഈ ഒരു സപ്പോർട്ട് കാരണം ഇവിടെ മൊമെൻ്റ് ഇല്ല, ദാറ്റ് ഈസ് ഓൾസോ 0. അപ്പോൾ നമുക്ക് ആകെ മൊമെൻറ്റ് തരുന്നത് ഏതാണ്? ഈ എം എ എന്നുള്ള മൊമെൻറ്റ് മാത്രമേ ഉള്ളൂ. അതെന്ന് പറയുന്നത് ഈ ഫാർ എൻഡിൽ. നിങ്ങൾ ഈ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ബേസിക്സ് ആണ്, അതൊക്കെ ആദ്യം പഠിച്ചിട്ട് വേണം ഇത് പഠിക്കാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എം ബൈ ഇ എ ഡയഗ്രം വരയ്ക്കുമ്പോൾ എം എ ബൈ ഇ എ ഡയഗ്രം നമ്മൾ വരച്ചു. ഇനി എന്ത് ചെയ്യണം? ഇതിനെ നമ്മുടെ കോൺജുഗേറ്റ് ബീം വരയ്ക്കണം. കോൺജുഗേറ്റ് ബീം വരയ്ക്കുമ്പോൾ ഇവിടെ എന്താണ്? സിംപ്ലി സപ്പോർട്ടഡ് ആണ് അല്ലേ. അതാണ് ഈ രണ്ട് സപ്പോർട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് RA ഡാഷ് എന്നും RB ഡാഷ് എന്നും ഞാൻ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ സപ്പോർട്ട് റിയാക്ഷൻസ്. ഇനി ഇതിലേക്ക് നമുക്ക് ടോട്ടൽ ലോഡ് കൊടുക്കണം. ഓക്കെ, നമുക്കിവിടെ യൂണിഫോംലി വേരിയിങ് ലോഡാണ് വരുന്നത്. നമ്മൾ അവിടെയൊക്കെ ചെയ്തത് എന്തായിരുന്നു? ഇതിനെ ഇതേപോലെ തന്നെ കൺസിഡർ ചെയ്തല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത്. ഇതിനെ നമ്മൾ ടോട്ടൽ ലോഡായിട്ട് ഒരു പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിന് പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ഈ ഏരിയ ഓഫ് എം ബൈ ഇ എ ഡയഗ്രാം എടുക്കുക. അപ്പോൾ എന്ത് വരും? ഹാഫ് ഇൻറ്റു ബേസ് എം എ ബൈ ഇ ഐ ഇൻറ്റു ഈ ഒരു ലെങ്ത് എത്രയാണ്? L ആണ്. ഓക്കെ, അത് പോയിന്റ് ലോഡായി. അതെവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? എപ്പോഴും അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എത്ര ഡിസ്റ്റൻസ് ആയിരിക്കും? ഇവിടെ നിന്നും L/3 ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. അതാണ് ഇവിടെ മാർക്കുന്നത്. L/3 ഡിസ്റ്റൻസ് മാറി നമ്മുടെ പോയിന്റ് ലോഡ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ആദ്യം ചെയ്യേണ്ടത് എന്താണ്? സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയതുകൊണ്ട് തന്നെ നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് യൂസ് ചെയ്യാം. ഇവിടെ വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സിഗ്മ വി ഈക്വൽ ടു 0യും സിഗ്മ എം ഈക്വൽ ടു 0യും. അതായത് സം ഓഫ് മൊമെൻറ്റും സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസും 0 എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം എന്താണ്? ഇവിടെ ഇപ്പോൾ ഒരു ഇൻക്ലൈൻഡ് ലോഡാണ് വന്നതെങ്കിൽ നമുക്ക് ഏതും കൂടി എടുക്കാം? സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു 0 കൂടി എടുക്കാം. ഇവിടെ ഇപ്പോൾ രണ്ടെണ്ണം മതി നമുക്ക് സോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സിഗ്മ എം എ ഡാഷ് ഈക്വൽ ടു 0. ഓക്കെ, എം എ ഡാഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എന്താണെന്ന് ഫിക്സഡ് സപ്പോർട്ടിൽ മാത്രമേ മൊമെൻറ്റ് വരത്തുള്ളൂ. സോ ഇവിടെ എന്ന് പറയുന്നത് എന്തായാലും മൊമെൻറ്റ് 0 ആയിരിക്കും. ഞാൻ ഇതിന് എബൌട്ടായിട്ട് മൊമെൻറ്റ് എടുത്തു. നമുക്ക് വേണമെങ്കിൽ ഇതിന് എബൌട്ടായിട്ട് വേണം, ബി ഡാഷിന് എബൌട്ട് ആണെങ്കിലും നമുക്ക് മൊമെൻറ്റ് എടുക്കാം. ചെയ്യാനുള്ള എളുപ്പത്തിന് ഞാൻ എം എ ഡാഷ് ഈക്വൽ ടു 0 എന്ന് എഴുതി. അപ്പോൾ ഞാൻ ആദ്യം നോക്കുമ്പോഴത്തേക്ക് ഈ RA ഡാഷ് കാരണം ഇവിടെ മൊമെൻറ്റ് ഉണ്ടാവും? ഇല്ല, കാരണം ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ന് മൊമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ RA ഡാഷ് എന്ന് പറയുന്നത് ഈ എ ഡാഷ് എന്നുള്ള പോയിന്റിൽ കൂടി തന്നെ പാസ് ചെയ്യുന്നതാണ്. സോ അവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. സോ അവിടെ അത് കാരണം ഒരു മൊമെൻറ്റും ഉണ്ടാവുന്നില്ല. പിന്നെ ഉള്ളത് ഏതാണ്? ഈ ഒരു വെർട്ടിക്കൽ ഫോഴ്സ് കാരണം. അപ്പോൾ നമുക്ക് അതിങ്ങനെ വെർട്ടിക്കൽ ഫോഴ്സ് നമുക്ക് ഹാഫ് ഇൻറ്റു എം എ ബൈ ഇ ഐ ഇൻറ്റു L ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് അത് എത്രയാണ്? L/3 ആണ്. നമ്മൾ പറഞ്ഞു ഞാൻ എടുക്കുന്ന സെക്ഷന് റൈറ്റ് സൈഡ്
ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് നെഗറ്റീവായിട്ടാണ് ഞാൻ എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഈ താഴേക്കുള്ള ഈ ഒരു ലോഡ് കാരണം ഇവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റ് എങ്ങനെയായിരിക്കും, താഴേക്കായിരിക്കും. അതായത് ക്ലോക്ക് വൈസ് മൊമെൻ്റാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതായത് ഇവിടെ ഇപ്പം ഞാനിപ്പോൾ സപ്പോർട്ട് ചെയ്ത് പിടിച്ചെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു സ്കെയിൽ എന്തെങ്കിലും എടുത്ത് വെച്ച് നോക്കിയാൽ മതി. ഞാനെന്താ ഒരു സ്കെയിൽ എടുത്തിട്ട് ഇവിടെ ഞാൻ പിടിച്ചു വെച്ചേക്കുവാണ്, എന്നിട്ട് ഞാൻ മുകളിൽ നിന്ന് താഴേക്ക് എന്ത് ചെയ്യുന്നു, ലോഡ് കൊടുക്കുന്നു. അപ്പോൾ ഈ സ്കെയിൽ എന്ത് ചെയ്യും, താഴേക്ക് ഡിഫ്ലക്റ്റാണ്. അപ്പോൾ അതെന്ത് ക്ലോക്ക് വൈസ് മൊമെൻ്റാണ് അവിടെ എന്ത് ജനറേറ്റ് ആവുന്നത് ആണല്ലോ. അപ്പോൾ റൈറ്റ് സൈഡ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇറ്റ് ഈസ് നെഗറ്റീവ്. സോ -12 MA/EA × L/L/3 എന്ന് എഴുതി. ഇനി ഈ RB' കാരണം ഒരു മൊമെൻ്റ് ഉണ്ടാകും. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്, മുകളിലേക്കാണ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. സോ ഇതെന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് ഉണ്ടാക്കുന്നത്. സോ നമുക്ക് എന്ത് എഴുതാം, RB + RB' × L. സം ഓഫ് മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു 0 എന്നല്ലേ പറഞ്ഞത്. സോ ഈക്വൽ ടു 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൽ നിന്നും RB' കണ്ടുപിടിച്ചു. ഇനി സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലേ. അപ്പോൾ അത് വരുമ്പോൾ എന്ത് വരും, R' + RB'. അപ്വേർഡ് ഫോഴ്സസ് എല്ലാം ഞാനിവിടെ പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഡൗൺവേർഡ് ഫോഴ്സിനെ നെഗറ്റീവായിട്ടാണ് എടുക്കുക. അപ്പോൾ R' RB' പ്ലസ് ആണ്. അങ്ങനെയെങ്കിൽ ഡൗൺവേർഡ് ഫോഴ്സ് ചെയ്താൽ ഈ 12 MA/EA × L അതെന്ന് പറയുന്നത് നെഗറ്റീവ് സൈൻ കൊടുക്കും, കാരണം അത് ഡൗൺവേർഡ് ഫോഴ്സ് ആയതുകൊണ്ട്. എന്നിട്ട് അതിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്നും R' കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് R' കിട്ടി. ഇനി θA1 കണ്ടുപിടിക്കണം. നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എന്താണ് പറഞ്ഞത്, കോൺജുഗേറ്റ് ബീമിൻ്റെ ആ പോയിന്റിലെ ഷിയർ ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ റിയൽ ബീമിലെ ആ പോയിന്റിലെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, സ്ലോപ്പ് കിട്ടുമെന്നാണ് നമ്മൾ പഠിച്ചത്. അതാണ് സ്ലോപ്പ് അറ്റ് A ഡ്യൂ ടു MA ആണ് θA1 എന്ന് പറയുന്നത്. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് A', ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ റിയൽ ബീം Aയിലെ സ്ലോപ്പ് കിട്ടും, θA1 കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുന്നത്, ഈ A' ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, 2 ഫോഴ്സസ് കൊണ്ട് ഡിഫറൻസ് ഒക്കെ എടുക്കണം അല്ലേ. ഞാൻ ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഈ സപ്പോർട്ടിൽ എന്തുണ്ട്, ഒരു R' എന്നുള്ള ഫോഴ്സ്, അപ്വേർഡ് ഫോഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഷിയർ ഫോഴ്സ് ഏതാണ് ഇവിടെ വരുന്നത്, R' ആണ്. ഓക്കെ, നമ്മുടെ മൊമെൻറ്റിന് മാത്രമേ ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് മൊമെൻറ്റ് മാത്രമേ നമ്മളിവിടെ ഇങ്ങനെ കൺസിഡർ ചെയ്ത് 0 ആവത്തുള്ളൂ. നമ്മൾ ഫോഴ്സ് എടുത്ത് എന്തുണ്ട്, അവിടെ ഒരു അപ്വേർഡ് ഫോഴ്സ് ഉണ്ട്, R' എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് എഴുതാം, θA1 എന്ന് പറയുന്നത് അവിടുത്തെ ഷിയർ ഫോഴ്സ് എത്രയാണ്, R' ആണ്. R' നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് MAL/3A. ഇനി ഇവിടെ സൈൻ നോക്കണം. നമ്മൾ സൈൻ എങ്ങനെയാണ്, ഇവിടെ ഇപ്പോൾ MA എന്ന് പറയുന്നത് ഇങ്ങനെ ക്ലോക്ക് വൈസ് ആണ്. നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുന്നത് ഇങ്ങനെയാണ് അല്ലേ, ഡിഫ്ലക്റ്റഡ് ഷേപ്പിലേക്കാണ് ആംഗിൾ മെഷർ, അതും ക്ലോക്ക് വൈസ് ആണ്. സോ പോസിറ്റീവ്. ഓക്കെ, അത് കുഴപ്പമില്ല. ദെൻ θB1 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കോൺജുഗേറ്റ് ബീമിൻ്റെ B' ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ സ്ലോപ്പ് കിട്ടും, കറസ്പോണ്ടിങ് സ്ലോപ്പ് കിട്ടും, θB1 കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ്, RB' അല്ലേ. നമ്മൾ ഈ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് ചെയ്താണ് RB' ആണ്. ഞാൻ ഇങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ട് നോക്കിയാൽ മതി. അപ്പോൾ റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോഴത്തേക്കും RB' എന്നുള്ള ഫോഴ്സ് അതിൽ കൂടി പാസ് ചെയ്യുന്നുണ്ട്, റൈറ്റ് സൈഡിലോട്ട് വേറെ ഫോഴ്സസും ഇല്ല. അപ്പോൾ RB' എന്ന് പറയുന്നത് അതേപോലെ എഴുതി, ബട്ട് അവിടെ നെഗറ്റീവ് സൈൻ കൊടുക്കണം. എന്തുകൊണ്ടാണ്, ഇവിടെ ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു മൊമെൻറ്റ് ഇവിടെ അപ്ലൈ ചെയ്തത്, MA എന്ന് പറയുന്ന മൊമെൻറ്റ് അപ്ലൈ ചെയ്തത് വഴി ഇത് താഴേക്കാണ് ഡിഫ്ലക്റ്റ് ആയത്. ഡിഫ്ലക്റ്റ് ആവുന്ന സമയത്ത് ഇതാണ് എൻ്റെ ഒറിജിനൽ ബീം പൊസിഷൻ. അവിടെ നിന്ന് ഡിഫ്ലക്റ്റഡ് ഷേപ്പിലേക്കുള്ള ആംഗിൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മെഷർ ചെയ്തത്. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി അവിടെ ഒരു മൊമെൻ്റ് ഉള്ളത് എങ്ങനെയാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ രണ്ട് സൈൻ ആയതുകൊണ്ട് നമ്മളിവിടെ നെഗറ്റീവ് സൈൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ കേസിലേക്ക് പോകാം. അതായത് രണ്ടാമത്തെ കേസ് എന്താണ്, നമ്മൾ നേരത്തെ എടുത്തത് മൊമെൻ്റ് അറ്റ് A മാത്രം, അതായത് ക്വസ്റ്റ്യൻ ഇതായിരുന്നു അല്ലേ, ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ മൊമെൻ്റ് അറ്റ് A വെച്ച് നമ്മൾ ചെയ്തു. ഇനി മൊമെൻ്റ് അറ്റ് B മാത്രം നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതിന് എങ്ങനെയായിരിക്കും ഡിഫ്ലക്റ്റ് ആവുന്നത്, മൊമെൻ്റ് അറ്റ് B ഞാൻ ഇതിനെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇതിലേക്ക് കൊണ്ട് മുട്ടിച്ച് ആ ആരോ എങ്ങോട്ടേക്കാണ്, ഇതിൻ്റെ മുകളിലേക്കാണ് പുഷ് ചെയ്യുന്നത്. സോ നമുക്ക് ഡിഫ്ലക്റ്റഡ് പ്രൊഫൈൽ ഇങ്ങനെ കിട്ടി. ഇനി അവിടുത്തെ മൊമെൻറ്റ് MB എന്ന് പറയുന്ന മൊമെൻറ്റ് ആക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന എയിലുണ്ടാവുന്ന ആംഗിളാണ് θA2, ഇവിടെ ഉണ്ടാകുന്ന സ്ലോപ്പ് എന്നാണ് θB2 തന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ M/EA ഡയഗ്രാം വരയ്ക്കുക. M/EA ഡയഗ്രാം ഇവിടെ 0 ആണ്. ഇവിടെ B എന്നുള്ള സപ്പോർട്ട് റിയാക്ഷനുകൾ നമ്മുടെ മൊമെൻ്റ് ഒന്നും ഇല്ല. പിന്നെ ഉള്ളത് ഏതാണ്, ഈ MB എന്ന് പറയുന്ന മൊമെൻ്റാണ്. സോ നമുക്ക് ട്രയാങ്കുലർ വേരിയേഷനാണ് വരുന്നത്. പിന്നെ ഇവിടെ നോക്കിക്കേ, ഇവിടെ മൊമെൻ്റ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരുന്നു, താഴേക്കാണ് ഡിഫ്ലക്റ്റ് ചെയ്തത്. ഒരു കാര്യവും കൂടി ഇവിടെ മനസ്സിലാക്കണം, നമ്മുടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സാഗിങ് എന്നാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന സൈൻ കൺവെൻഷൻ സാഗിങ് മൊമെൻ്റ് ആണെങ്കിൽ പോസിറ്റീവായിട്ടാണ് എടുത്തേക്കുന്നത്.
സാഗിങ് മൊമെൻറ്റ് പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സാഗ് ചെയ്തിട്ടല്ലേ വന്നിരിക്കുന്നത്, സോ പോസിറ്റീവ് മൊമെൻ്റ് ആയിട്ട് എടുത്തു. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഹോഗിങ് ആണ്. ഓക്കെ, ഇവിടെ ഇങ്ങനൊരു മൊമെൻറ്റ് കൊടുക്കുമ്പോൾ ഇതിനെ മുകളിലേക്കാണ് പുഷ് ചെയ്യുന്നത്, സോ ഇങ്ങനെയാണ് ഡിഫ്ലക്റ്റർ ഷേപ്പ്. അപ്പോൾ ഇതെന്ന് എന്താണ്, ഹോഗിങ് ആണ്. ഹോഗിങ്ങിന് ഞാൻ അപ്പോൾ സ്റ്റാഗിങ്ങിന് ഞാൻ പോസിറ്റീവ് എടുത്തെങ്കിൽ ഹോഗിങ്ങിന് ഞാൻ എങ്ങനെ എടുക്കണം, നെഗറ്റീവ് എടുക്കണം മൊമെൻറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം ഇവിടെ നെഗറ്റീവ് എന്നും പറഞ്ഞ് മുകളിലേക്ക് വരച്ചേക്കുന്നത്. ഇനി അടുത്ത് വരുന്നത് കോൺജുഗേറ്റ് ബീം നമ്മൾ വരച്ചു. സിംപ്ലി സപ്പോർട്ടഡ് കണ്ടീഷൻ RA ഡാഷും RB ഡാഷും കൊടുത്തു. എന്നിട്ട് ഇതിനെന്ത് ചെയ്തു, ഒരു പോയിന്റ് ലോഡായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. എങ്ങനെ, അതിൻ്റെ ഏരിയ എടുത്താൽ മതി, 1/2 × M/EA ഈ ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് L ആണ്. അതാണ് ഇവിടെ വരച്ചേക്കുന്നത് ഈ സാധനം. ഇനി അത് എത്ര ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നത്, ഇവിടെ നിന്നും L/3 ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ 2L/3 ഡിസ്റ്റൻസ്. ഓക്കെ, അത്രയും റെഡിയായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. RA ഡാഷും RB ഡാഷും കണ്ടുപിടിക്കുക. അതിന് നമ്മൾ ആദ്യം എടുക്കുന്നത് σMB = 0 എന്നുള്ള കണ്ടീഷനാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. ഓക്കെ, σMB ഡാഷ് എന്നോ MB ഡാഷ് = 0 എന്നുള്ള കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു RA ഡാഷ് കാരണം ഒരു മൊമെൻ്റ് ഉണ്ടാവും. എങ്ങനെയാണ്, RA ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, സോ RA ഡാഷ് × L. അത് ഞാൻ പോസിറ്റീവായി എടുത്തു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് എങ്ങനെയാണ്, റൈറ്റ് സൈഡ് ക്ലോക്ക് വൈസ് നെഗറ്റീവ് ആണെന്ന്. അപ്പം ലെഫ്റ്റ് സൈഡ് ക്ലോക്ക് വൈസ് എങ്ങനെയായിരിക്കും, ഇറ്റ് ഈസ് പോസിറ്റീവ്. അപ്പം ഞാൻ എടുത്ത സെക്ഷൻ ഇവിടെയാണ്, B ഡാഷിലാണ് സെക്ഷൻ എടുത്തത്. ഓക്കെ, B ഡാഷിൽ സെക്ഷൻ എടുത്തു. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഈ RA ഡാഷ് കാരണം ഇങ്ങനെ മുകളിലേക്കല്ലേ ഇതിനെ ബീമിനെ ഡിഫ്ലക്റ്റ് ചെയ്യിക്കുന്നത്. സോ RA ഡാഷ് കാരണം ഇവിടെ ഉണ്ടാകുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. സോ RA ഡാഷ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ഇനി ഈ ഒരു താഴോട്ടുള്ള ഡൗൺവേർഡ് ഫോഴ്സ് കാരണം, ഈ ഒരു ഫോഴ്സ് കാരണം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റാണ് ഉണ്ടാകുന്നത്. താഴേക്കല്ലേ ഈ ബീമിനെ നിങ്ങളൊരു സ്കെയിൽ എടുത്ത് വെച്ച് നോക്കിയാലും മതി. ഇവിടെ ഞാൻ ഒരു സ്കെയിലിൻ്റെ ഈ അറ്റത്തിന് ഞാൻ ഫിക്സ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ ആയിട്ടൊരു ലോഡ് പോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, താഴേക്ക് ആണ് എന്ത് ചെയ്യുന്നത്, കറങ്ങുന്നത് അല്ലേ. അപ്പോൾ മൊമെൻറ്റ് എങ്ങോട്ടേക്കാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റാണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ലെഫ്റ്റ് സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്താണ്, നെഗറ്റീവ് സൈനാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു സൈൻ കൺവെൻഷൻ ഞാൻ പഠിക്കാൻ പറയുന്നുള്ളൂ, അത് ഞാനിവിടെ എഴുതിയിടാം. അതായത് റൈറ്റ് സൈഡ് ക്ലോക്ക് വൈസ് മൊമെൻറ്റ് നെഗറ്റീവാണ്. ഈ ഒരു കാര്യം പഠിച്ചാൽ ബാക്കിയെല്ലാം ഓപ്പോസിറ്റാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് ഇറ്റ് ഈസ് പോസിറ്റീവ്. ലെഫ്റ്റ് സൈഡ് ഇതിന് നേരെ ഓപ്പോസിറ്റ്, റൈറ്റിനെ ലെഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പോസിറ്റീവായി. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് സൈഡ് ക്ലോക്ക് വൈസ് പോസിറ്റീവ് ആണെന്ന്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അതാണ് ഇവിടെ എന്താണ് നെഗറ്റീവ് സൈൻ ഇട്ടേക്കുന്നത്. ഓക്കെ, അതായത് 1/2 × L × MB/EA എന്ന് പറയുന്നതാണ് നമ്മുടെ എന്തുവാ ലോഡെന്ന് പറയുന്നത്. അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായതുകൊണ്ട് അതെന്തായി, നെഗറ്റീവായി. ആൻഡ് ഇവിടെ നെഗറ്റീവായി ആൻഡ് ഇറ്റ് ഈസ് ഇക്വേറ്റഡ് ടു 0. എന്നിട്ട് അതിൽ നിന്നും RA ഡാഷ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യണം, σV = 0 എന്നുള്ള കണ്ടീഷൻ എടുക്കുന്നു. അപ്പോൾ ഏതൊക്കെ റിയാക്ഷൻസ് ആണുള്ളത്, RA ഡാഷും RB ഡാഷും ഉണ്ടല്ലേ. അത് അപ്വേർഡ് ഫോഴ്സസിനെ ഞാൻ എന്ത് ചെയ്തു, പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഡൗൺവേർഡ് ഫോഴ്സിനെ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ RA ഡാഷ് + RB ഡാഷ് -1/2 × ഈ ഒരു ലോഡ് = 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്നും RB ഡാഷ് കണ്ടുപിടിക്കുക. ഇനി എനിക്ക് θA2 വേണം. θA2 എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ A എന്നുള്ള പോയിന്റിലുണ്ടാകുന്ന സ്ലോപ്പാണ് അല്ലേ. സോ അതെന്ന് പറയുന്നത് RA ഡാഷ്, അത് ഈ കോൺജുഗേറ്റ് ബീമിൻ്റെ A ഡാഷിലൊരു ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഈക്വൽ ടു എന്തായിരിക്കും, അവിടുത്തെ θA2ന് ഈക്വൽ ആയിരിക്കും. സോ ഈ A ഡാഷിലുള്ള ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് ഈസ് RA ഡാഷ്. അപ്പം എന്ത് വരും, RA ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ എന്താണ്, MBL/6CA ആണ്. ഇനി ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആ നെഗറ്റീവ് സൈൻ വന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് ക്വസ്റ്റ്യനിൽ ഇവിടെ ഓൾറെഡി ഒരു മൊമെൻറ്റ് ക്ലോക്ക് വൈസ് മൊമെൻറ്റ് തന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു MB കാരണം ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ എങ്ങനെയാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടല്ലേ ആംഗിൾ ഫോം ചെയ്തേക്കുന്നത്. ഇതാണ് എൻ്റെ ഒറിജിനൽ ബീം, അതിൽ നിന്ന് ഇതിലേക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആംഗിൾ മെഷർ ചെയ്തേക്കുന്നത്. സോ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയി. ഒറിജിനലി അവിടെയുള്ള മൊമെൻറ്റ് എങ്ങനെയാണ്, ക്ലോക്ക് വൈസ് ആണ്. സോ നമ്മൾ എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നെഗറ്റീവ് കൊടുത്തു. ഇനി θB2 എന്ന് കിട്ടാൻ എന്ത് ചെയ്യണം, നമ്മൾ B ഡാഷ് എന്നുള്ള ഭാഗത്ത് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുക. ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ടു ദ റൈറ്റ് ഓഫ് ദ സെക്ഷൻ RB ഡാഷ് എന്നുള്ള ഒരേ ഒരു ലോഡ് മാത്രമേ ഉള്ളൂ. സോ RB ഡാഷ് എത്രയാണോ അത് തന്നെ അവിടെ ഇക്വേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി നമ്മുടെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് θA എന്ന് പറയുന്നത്
എന്തുവാ നമുക്ക് എം എ എന്ന് പറയുന്ന മൊമെൻറ്റ് കാരണം ഉണ്ടായ തീറ്റ A1 സ്ലോപ്പും MB എന്ന് കാരണം ഉണ്ടായ തീറ്റ A2 സ്ലോപ്പിൻ്റെ സമ്മല്ലേ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് ഈ തീറ്റ A1 പ്ലസ് തീറ്റ A2 എന്ന് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. തീറ്റ ബി എന്ന് പറഞ്ഞാൽ അതേപോലെ തീറ്റ B1 പ്ലസ് തീറ്റ B2. ഇതിനെ നമുക്ക് മെട്രിക്സ് ഫോമിലോട്ട് മാറ്റണം. നമ്മൾ കാൻഡിലിവറിൻ്റെയൊക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും നമ്മൾ ഇതേപോലെയാണ് ചെയ്തത്. അത് നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ് D ഈസ് ഈക്വൽ ടു, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഫ്ലെക്സിബിലിറ്റി ഇൻറ്റു ആക്ഷൻ എന്നാണ്. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് സ്ലോപ്പാണ് വന്നത്, തീറ്റ എയും തീറ്റ ബിയും നമുക്ക് കിട്ടിയ അതേ ഓർഡറിൽ തന്നെ എഴുതണം, തീറ്റ ബി എയും തീറ്റ ബിയും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ ആക്ഷൻ ഏതൊക്കെയാണ്, 2 മൊമെൻറ്റ്സ് ആയിരുന്നു അല്ലേ. ആക്ഷൻ എന്ന് പറയുമ്പോൾ ഫോഴ്സ് ആവാം, മൊമെൻ്റ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. സോ നമ്മുടെ 2 മൊമെൻ്റാണ് നമ്മുടെ ആക്ഷൻ. സോ തീറ്റ എ തീറ്റ ബി എന്ന് എഴുതിയിട്ട് ഇവിടെ MB MA എന്ന് എഴുതി വെക്കരുത്, എല്ലാം ഒരേ ഓർഡറിൽ വേണം എഴുതാം. തീറ്റ എ തീറ്റ ബി എന്ന് എഴുതിയെങ്കിൽ ഇവിടെ തീറ്റ MA MB എന്ന് എഴുതുക. ഇനി എന്ത് ചെയ്യണം, ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റി എഴുതണം അല്ലേ. ഫ്ലെക്സിബിലിറ്റി എഴുതാൻ വേണ്ടിയിട്ട് ഫസ്റ്റത്തെ തീറ്റ A1 എന്ന് പറയുന്നത് MAL/3EI എന്നാണ് വന്നത്. അതിൽ MA നമ്മളിവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്, ബാക്കിയുള്ളത് എന്തുവാണ്, L/3EI. അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അതായത് MA എന്ന മൊമെൻറ്റ് കാരണം എയിൽ തന്നെ ഉണ്ടാകുന്ന സ്ലോപ്പ്. അടുത്ത് എന്ത് ചെയ്യണം, MA കാരണം ബിയിലുണ്ടാകുന്ന സ്ലോപ്പ്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ ഇപ്പോൾ നിങ്ങൾക്ക് മാട്രിക്സ് ഒക്കെ എഴുതാനുള്ള ഒരു പിടി കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇവിടെ പേടിക്കണ്ട തിരിഞ്ഞു പോയാലും, കാരണം രണ്ടും സെയിം ആയിരിക്കും വരുന്നത്. ഈ എഴുതുന്ന സാധനങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇവിടെ രണ്ടും വരുന്നതും ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ സെയിം വാല്യൂ തന്നെയല്ലേ, തിരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എഴുതുമ്പോൾ ഒരേ ഓർഡറിൽ എഴുതണം. ആദ്യം നമ്മൾ തീറ്റ എ കണ്ടുപിടിച്ചു, പിന്നെ ഞാൻ തീറ്റ ബി കണ്ടുപിടിച്ചു എന്നുണ്ടെങ്കിൽ അതേ ഓർഡറിൽ തന്നെ എഴുതുക. അല്ലാണ്ട് ഇവിടെ കയറ്റി തീറ്റ ബി എഴുതി ഇവിടെ തീറ്റ എ എഴുതി അങ്ങനെ പഠിക്കരുത്. കാരണം നമ്മൾ ആദ്യമേ തീറ്റ എയും തീറ്റ ബിയും MA MB എന്നാണ് എഴുതിയത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, MA കാരണമുള്ള തീറ്റ A1 ഇവിടെ ആണെങ്കിൽ തീറ്റ A2 എഴുതി വെച്ചു. ദെൻ തീറ്റ B1 തീറ്റ B2 നമ്മുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഫോളോ ചെയ്യുന്നതെല്ലാം ഒരേ ഓർഡറിൽ ഫോളോ ചെയ്യുക. ഇനി ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു എഴുതിയിരിക്കുന്നതല്ലേ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്, അതിൽ നിന്നും ഞാൻ ഒരു L/6EI പുറത്തെടുത്തിട്ട് ഞാൻ എഴുതിയിരിക്കുന്നതാണ്. L/6EI പുറത്തെടുത്ത് എന്ത് വരും, ഇവിടെ നിന്ന് L/6EI പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2 വരും അല്ലേ. അത് L/3EI L/6EI ഇൻറ്റു 2 അല്ലേ L/3EI എന്ന് പറയുന്നത്. സോ ഞാൻ L/6EI എടുത്താൽ ഇവിടെ 2 ഉണ്ട്, ബാക്കി -1 -1 2. അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് വലിയ വലിയ പ്രോബ്ലംസ്, ഇതിപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ ചെറിയ മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇനി വലിയ വലിയ പ്രോബ്ലംസ് വരുമ്പോൾ, അതായത് എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് അല്ല, പകരം ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് വെച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ബീമിനെ അനാലിസിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ആവശ്യമുണ്ട്. അതായത് ഈ എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഓഫ് ദ ഗിവൺ ബീം എന്നും പറഞ്ഞ് നമ്മൾ എടുത്തെഴുതണം. അപ്പോൾ അങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ കാണാൻ പഠിച്ചു വയ്ക്കണം. ഇതെന്താണ്, ഒരു ബീം എലമെൻറ്റിൻ്റെ എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിൻ്റെ ഇക്വേഷനാണ് എഴുതിയേക്കുന്നത്. ഇത് എപ്പോഴാണ് കണ്ടീഷൻ, നമ്മൾ മൊമെൻറ്റ് മാത്രം ആക്ട് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, മൊമെൻറ്റ് മാത്രം ആക്ട് ചെയ്യുന്ന സമയത്തുള്ള എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. ഓക്കെ അല്ലേ. അപ്പോൾ ഒരു ബീം എലമെൻറ്റ് സബ്ജക്റ്റ് ടു മൊമെൻറ്റ് അറ്റ് ദ എൻഡ് ആണെങ്കിൽ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഇത് കാണാതെ തന്നെ പഠിക്കണം, പിന്നീട് അങ്ങോട്ട് പ്രോബ്ലംസിന് ആവശ്യമുള്ളതാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ ഒരു പ്രോബ്ലം മാത്രമേ നമ്മളിതിൽ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. താങ്ക് യു.